students. Last day നമ്മൾ second module complete ആക്കി അങ്ങനെ totally 2 modules complete ആയിട്ടുണ്ട്. Now we are moving on to the third module, that is law relating to the industrial dispute. So we can move directly into the topic. First one, industrial dispute. അപ്പോൾ law relating to industrial dispute പഠിക്കുന്നതിന് മുമ്പ് എന്താണ് industrial dispute എന്ന് നമ്മൾ അറിയണം. What is that? Section 2K mention industrial dispute as any dispute or difference between employers and employees, between employer and employer, between employee and employee, which is connected with the employment or non-employment or the terms of employment or the conditions of labor of any person. ഇതിനെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആര് തമ്മിലാകാം, ഒരു എംപ്ലോയർ തമ്മിലോ എംപ്ലോയേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയും തമ്മിലോ അല്ലെങ്കിൽ രണ്ട് എംപ്ലോയീസ് തമ്മിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയാം. അത് എംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെല്ലാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നോൺ എംപ്ലോയ്മെൻറ്റും ആകാം. സോ ജനറൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ എ ഫാക്ടറി ഓർ ഇൻ എനി ഇൻഡസ്ട്രി. ഓക്കെ, സോ ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വന്നിരിക്കുന്നത്. 1947 അതിൽ സെഷൻ 2A നമ്മൾ എന്താണ് ഇൻഡസ്ട്രി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻ ഇൻഡസ്ട്രി a right has been given to the individual workman himself to raise any industrial dispute with regard to termination, discharge, dismissal or retrenchment of a service, even though no other workman or any trade union of workmen raises it or is a part of the dispute. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് സെഷൻ 2A ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു ഇൻഡിവിജ്വൽ വർക്കറിനും ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് എന്തെങ്കിലും റീസൺ ആവാം, ടെർമിനേഷന് വേണ്ടിയിട്ടോ ഡിസ്ചാർജിനോ ഡിസ്മിസലിനോ റീട്രെഞ്ച്മെൻറ്റിനോ എന്തിനു വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി സപ്പോർട്ടഡ് ബൈ എനി അതർ പേഴ്സൺ. വേറൊരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നില്ല. ദിസ് ഈസ് what is told about the industrial disputes in Industrial Dispute Act. ഒരാളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദ ആക്ടിവിറ്റീസ് എക്സ്ക്ലൂഡഡ് അണ്ടർ ദ ടേം ഇൻഡസ്ട്രി ആർ, കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത് any type of activity or dog labor board അല്ലെങ്കിൽ any activity being a profession practiced by any individual or body of individual, any activity relating to the promotion of sales carried on by an establishment, ഇതെല്ലാം ആക്ടിവിറ്റീസ് നമുക്കിതിന് ഇൻവോൾവ് ചെയ്യാം. ബട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ any industrial operation other than the operation which is carried on in an integrated manner, okay, with any other service is referred to above. ഇനി അഗ്രികൾച്ചർ ഓപ്പറേഷൻ ആണെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ, ഡിസ്പെൻസറീസ്, എഡ്യൂക്കേഷണൽ, റിസർച്ച് ഓർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആക്ടിവിറ്റീസ് ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി, ആക്ടിവിറ്റീസ് ഓഫ് ചാരിറ്റബിൾ, സോഷ്യൽ ആൻഡ് ഫിലാൻഡ്രോപിക് നേച്ചർ, ഇതിലൊന്നും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് പാടില്ല. ദെൻ ആക്ടിവിറ്റീസ് ഓഫ് എൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എംപ്ലോയിഡ് വിത്ത് ലെസ് ദാൻ 10 മെമ്പേഴ്സ്, 10 മെമ്പേഴ്സിനും കുറവായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഈ ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല. ദെൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഡിഫൻസ്, റിസർച്ച്, അറ്റോമിക് എനർജി ആൻഡ് സ്പേസ്, അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലും ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവരുത്. അപ്പോൾ എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ, അതുപോലെ ഹോസ്പിറ്റൽ, ഡിസ്പെൻസറി, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലെസ് ദാൻ 10 മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡീലിംഗ് വിത്ത് ഡിഫൻസ്, റിസർച്ച്, ഇത് ഗവൺമെൻറ്റിൻ്റെ ആയിട്ട് വരുന്നത്. ഓക്കെ, ദീസ് ആർ mentioned as the activities wherein the industrial dispute can't be taken by an workman. Okay, now we are moving on to under industrial dispute the term workman is defined. എങ്ങനെയാണ് ഒരു വർക്ക്മാനിനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൽ ഡിഫൈൻ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഇൻഡസ്ട്രീനെയായിരുന്നു പറഞ്ഞത്. ഇനി വർക്ക്മാൻ എന്താണ് പറയുന്നത്? എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എൻ അപ്രൻറ്റിസ് എംപ്ലോയിഡ് ഇൻ ആൻ ഇൻഡസ്ട്രി ടു ഡു എനി മാനുവൽ, സ്കിൽ, അൺസ്കിൽ, ടെക്നിക്കൽ, ഓപ്പറേഷണൽ, ക്ലറിക്കൽ ഓർ സൂപ്പർവൈസറി വർക്ക് ഫോർ ഹയർ ഓർ റിവാർഡ്. ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ബട്ട് ദ ഫോളോയിങ് സർവീസസ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ്. ഏതൊരു പേഴ്സൺ ആവാം, അയാൾ ഒരു ഇൻഡസ്ട്രിയൽ അപ്രൻറ്റിസ് ആവാം അല്ലെങ്കിൽ പെർമനൻറ്റ് എംപ്ലോയി ആകാം. ബട്ട് ഹി നീഡ് ടു ഡൂ സം മാനുവൽ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ, ക്ലറിക്കൽ, സൂപ്പർവൈസറി റോൾ ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അത് ചിലപ്പോൾ നല്ല ക്വാളിഫൈഡ് ആകാം അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഒന്നും വേണ്ടാത്ത ടൈപ്പ് ജോബായിരിക്കും. ബട്ട് ഹി ഷുഡ് ബി ഹയേർഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കിട്ടുന്ന ഒരാൾ. അങ്ങനെയുള്ളവരെ നമുക്ക് ഒരു വർക്ക്മാൻ ആയിട്ട് പറയാം. ബട്ട് ചില ആക്ടിവിറ്റീസൊക്കെ ഇതിലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വോട്ട് അതെ? സർവീസ് ഓഫ് എനി ഡിഫൻസ് പേഴ്സണൽ,
Then service of members of any police force, service of a person employed in the capacity of manager or administrator, and service of the supervisor who is drawing high salary. High salary വാങ്ങുന്ന ഒരാളെ പറ്റത്തില്ല, അയാളെ വർക്ക്മാൻ ആയിട്ട് പറയാൻ പറ്റില്ല. ദെൻ ഡിഫൻസ് പേഴ്സണെ പറ്റില്ല, പോലീസിനെ പറ്റത്തില്ല, അതേപോലെ മാനേജർ അഡ്മിനിസ്ട്രേറ്റർ, അവർ ഹൈ സാലറി വാങ്ങുന്ന അവരെയും പറ്റത്തില്ല. So these are the ways in which a workman is defined. Now ഒരു ഡിസ്പ്യൂട്ടിനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽസ് വേണം, കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു നോർമൽ ഡിസ്പ്യൂട്ടിനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടായിട്ട് പറയാൻ പറ്റുമോ? വാട്ട് ആർ ദോസ് എസെൻഷ്യൽസ്? ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുക. ദർ മസ്റ്റ് ബി ഡിഫറൻസ് ബിറ്റ്വീൻ ദ എംപ്ലോയേഴ്സ് ആൻഡ് ദ എംപ്ലോയേഴ്സ്, സച്ച് ആസ് ദ വേജ് വെൽഫെയർ ലേബർ ഇസ് കേസ്. ഒരു ഡിഫറൻസ് ഉണ്ടാവും എംപ്ലോയേഴ്സ് തമ്മിൽ. അതേപോലെ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയി, ഡിമാർക്കേഷൻ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ വർക്ക്മെൻ ആൻഡ് ദ വർക്ക്മെൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു എംപ്ലോയിയും തമ്മിൽ, അല്ലെങ്കിൽ ഒരു വർക്ക്മാനും തമ്മിൽ കുറച്ച് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, വേജ് വെൽഫെയർ, എന്തെങ്കിലും ലേബർ കുറവാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട്, അതിനെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടായിട്ട് പറയാം. It is connected with the employment or non-employment or the terms of employment or with the conditions of labor. ഡെഫിനിഷനിൽ പറഞ്ഞായിരുന്നു ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ നോൺ എംപ്ലോയ്മെൻറ്റ് ആവാം, ബട്ട് ഓൾസോ in the terms of the conditions of labor, അതും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. These are some of the essential. And one more essential is that the relationship between the employer and the workman must be in existence. Dispute should be result of a contract and the workman is actually employed. ഒരു എംപ്ലോയറും വർക്ക്മാനും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വേണം. എംപ്ലോയർ ആയിരിക്കണം അയാളെ ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ കോൺട്രാക്റ്റിന് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ തമ്മിലൊരു ഉണ്ടാകുന്നൊരു ഡിസ്പ്യൂട്ടിനെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന ടേംസിന് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ ഇപ്പോഴേ പറയാം. ദീസ് ടു എന്നുവെച്ചാൽ വർക്ക്മാനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതേപോലെ അയാളെ ഏതൊക്കെ ആൾക്കാരെയാണ് ഈ സർവീസസിൽ നിന്ന് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്, ഏത് സർവീസിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വർക്ക്മാൻ എന്ന കാറ്റഗറിയിൽ നിന്ന് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. സിമിലർലി ഒരു ഡിസ്പ്യൂട്ടിനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്കാനുള്ള എസെൻഷ്യൽ എന്ത്. ദീസ് ആർ ദ അസൈൻമെൻറ്റ്സ് ഫോർ ദ ടുഡേ. സോ നെക്സ്റ്റ് ഡേ ഐ വിൽ എക്സ്പെക്ട് ദിസ്. അത് എല്ലാവരും ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇനി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് എന്താണെന്ന് അറിഞ്ഞു, അതെങ്ങനെ ഓരോന്നിനെ ഡിഫൈൻ ചെയ്തതെന്ന് അറിഞ്ഞു. ഇനി നമ്മളുടെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിലേക്ക് മാറുക. ഫസ്റ്റ് വൺ, ഡിസ്പ്യൂട്ട്, ഇൻട്രസ്റ്റിൻ്റെ ഡിസ്പ്യൂട്ട് എന്താണ്. സെക്കൻഡ്, ഗ്രീവൻസ് ഡിസ്പ്യൂട്ട്. തേർഡ്, ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ട്, അൺഫെയർ ഡിസ്പ്യൂട്ട്, ആൻഡ് ലാസ്റ്റ് വൺ, റെക്കഗ്നിഷൻ ഡിസ്പ്യൂട്ട്. പല ടൈപ്പിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്, ബട്ട് എല്ലാം ഇൻഡസ്ട്രിയലാണ്. സോ ഫസ്റ്റ്, ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ട്. അതെന്താണ്? ദ ഡിസ്പ്യൂട്ട് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് എ ഡെഡ്ലോക്ക് ഇൻ ദ നെഗോസിയേഷൻ ഫോർ ദ കളക്റ്റീവ് അഗ്രിമെൻറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ട്. ഒരു കളക്റ്റീവായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊരു തീരുമാനം എടുക്കണം, ബട്ട് അതിനിടയിൽ കയറി ഒരു നെഗോസിയേഷൻ വന്നു, ഒരു ഡെഡ്ലോക്ക് വന്നു, ഇനി എന്ത് തീരുമാനിക്കും, എല്ലാവർക്കും പല പല അഭിപ്രായങ്ങൾ. അപ്പം ആരുടെ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവർക്കും സ്വന്തം ആവശ്യങ്ങൾ മാത്രം വന്നിട്ട് ആ ഡിസ്പ്യൂട്ടിനൊരു എൻഡില്ലാതെ വരുന്നു, ഒരു ഡെഡ്ലോക്ക് വരുന്നു. അതിനെയാണ് ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. These disputes originate from the trade union demands or proposals for improvement of wages, fringe benefits, job security, and other terms and conditions. These demands or proposals are normally made with a view to the conclusion of the collective agreement. A dispute arises when the parties fail in the negotiation to reach a agreement on the outstanding issues. ഈ ഇഷ്യൂസ് മെയിൻലി വരുന്ന വേജ് കൂട്ടാൻ, അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കിട്ടണില്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്ന കുറച്ച് ഡിമാൻഡ്സുകളിലായിരിക്കും മിക്കവാറും ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ടായിട്ട് മാറുന്നത്. അതൊരിക്കലും നമ്മളൊരു കളക്റ്റീവായിട്ടൊരു തീരുമാനത്തിലെത്താറില്ല. എപ്പോഴും നമ്മൾ പറയും അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇല്ല. അതാണ് ഈ ഡിസ്പ്യൂട്ടിൻ്റെ മീനിങ്. സെക്കൻഡ് വൺ, ഗ്രീവൻസ് ഡിസ്പ്യൂട്ട്. ഗ്രീവൻസ് ഡിസ്പ്യൂട്ട് എന്താ? ഇറ്റ് അറൈസ് ഫ്രം ദ ഡേ ടു ഡേ വർക്കേഴ്സ് ഗ്രീവൻസസ് ഓർ കംപ്ലയിൻറ്റ്സ്. വർക്കേഴ്സിന് പല പല ഗ്രീവൻസ് ഉണ്ടാവും, കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. അവർക്ക് അതില്ല, ഇതില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വേണം, ഈ ടൈം പാടില്ല, രാവിലെ പറ്റില്ല, നൈറ്റ് ഷിഫ്റ്റ് പറ്റത്തില്ല, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് പറ്റത്തില്ല, അങ്ങനെ പല പല ഗ്രീവൻസസ് ആയിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. സോ ദസ് കൈൻഡ് ഓഫ് ഗ്രീവൻസസിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സ്, അതിനെയാണ് ഗ്രീവൻസ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ദീസ് ഡിസ്പ്യൂട്ട്സ് ആർ നോർമലി നോൺ ആസ് കോൺഫ്ലിക്റ്റ് ഓഫ് റൈറ്റ് ഓർ ലീഗൽ ഡിസ്പ്യൂട്ട്സ്. ഇതിനെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയാം.
ഇപ്പം വർക്കേഴ്സ്, ഇപ്പോൾ ഫീമെയിൽ വർക്കേഴ്സിനോട് നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവർ പറയുക എനിക്ക് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് ഗ്രീവൻസ് ഡിസ്പ്യൂട്ടാണ്. ബട്ട് ഇതിൽ ഒരു ലോയും ഉണ്ട്. നമ്മൾ നേരത്തെ ലോസ് ഓഫ് ഫാക്ടറിയിൽ പഠിച്ചിട്ടുണ്ട്. വർക്കേഴ്സിന് നൈറ്റ് ഷിഫ്റ്റിൽ ലേഡീസിൻ്റെ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആവശ്യമില്ല, 7 മണി വരെ അവർ മാക്സിമം വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് അവർക്ക് ഒരു ഡിസ്പ്യൂട്ടായിട്ട് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലീഗൽ ഡിസ്പ്യൂട്ട് എന്ന് പറയാം. അതേപോലെ കോൺഫ്ലിക്റ്റ് ഓഫ് റൈറ്റ്, അവരുടെ റൈറ്റാണ് 7 മണിക്ക് ശേഷം അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. ബട്ട് സ്റ്റിൽ വി ആർ കീപ്പിംഗ് ഓൺ ദം. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് റൈറ്റ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ഡിസ്പ്യൂട്ട് ആവുന്നു. These generally arise from the day-to-day working relations of undertaking, usually as a protest by the worker or workers concerned against any act by the management which is considered to be the violation of workers' right. ഈ ലേഡീസിൻ്റെ കാര്യം എടുത്താൽ തന്നെ അറിയാം, നമ്മൾ വർക്കേഴ്സിൻ്റെ റൈറ്റാണ്, അവരുടെ റൈറ്റാണ് 7 മണിക്ക് പോവാം. സ്റ്റിൽ വി ആർ കീപ്പിംഗ് ഓൺ ദം. അപ്പം ആ റൈറ്റിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇൻ സം കൺട്രി ഗ്രീവൻസസ് അറൈസ് സ്പെഷ്യലി ഓവർ ദ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കളക്റ്റീവ് അഗ്രിമെൻറ്റ്സ്. സോ grievance dispute are therefore called as interpretation dispute. സോ ഇതൊരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ബുദ്ധിമുട്ട് കാരണവും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ആ കാര്യം അവതരിപ്പിക്കുന്ന രീതികൾക്കോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് അറിയാതെ വരുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ്റെ ബുദ്ധിമുട്ട്, തെറ്റ് കാരണം ഒരു ഗ്രിവൻസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ട്. അപ്പോൾ ഗ്രിവൻസ് ഡിസ്പ്യൂട്ട്സ് ഒരു മാനേജ്മെൻറ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന രീതി മാറുമ്പോൾ അത് ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ടായി മാറുന്നു. ഓക്കെ. Such grievances, if not dealt with accordance with the procedure, ഒരു പ്രൊസീജിയർ ഉണ്ട് ഓരോ പാർട്ടീസ് എങ്ങനെ വേണമെന്ന്, അങ്ങനെ മര്യാദയ്ക്കല്ല അത് ഡീൽ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്ട്രൈവ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സ്ട്രൈവോ ഡിസെൻഷൻ ഉണ്ടാവും. ആ റിലേഷൻ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു ബിറ്റർനെസ് ഫീൽ ചെയ്യും. ഇനി പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, മാനേജ്മെൻറ്റ് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഇത് അവസാനം എൻഡ് ചെയ്യും. സോ ബിസൈഡ്സ് ഇൻ മെനി കൺട്രി ദർ ആർ 2. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 എണ്ണമാണ് മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ട്, ഗ്രീവൻസ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ട്. ഇനി ചില കൺട്രീസിൽ രണ്ട് ഡിസ്പ്യൂട്ട്സും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ദേ ആർ അൺഫെയർ ഡിസ്പ്യൂട്ട്സ് ആൻഡ് റെക്കഗ്നിഷൻ ഡിസ്പ്യൂട്ട്. അൺഫെയർ ഡിസ്പ്യൂട്ട്സ് എന്താണ്? വിച്ച് അറൈസ് ഫ്രം ദ ആക്ട് ഓഫ് ഇൻ്റർഫിറൻസ്, റെസ്ട്രെയിൻസ്, coercion ഓഫ് എംപ്ലോയീസ് വെൻ ദേ എക്സസൈസ് ദ റൈറ്റ് ടു ഓർഗനൈസ് ഓർ ആക്ട് കോമൺലി. അൺഫെയർ ആയിട്ടുള്ളത് ഒരു ആക്ട് ഓഫ് ഇൻ്റർഫിറൻസ് കാണണോ അല്ലെങ്കിൽ റെസ്ട്രെയിൻ കാണണോ കൊയേഷൻ കാണണോ എംപ്ലോയീസിന് വരുന്നു. എംപ്ലോയീസിൻ്റെ റൈറ്റിന് നമ്മൾ നിർബന്ധിക്കുകയാണ്. നിങ്ങളിങ്ങനെ വന്നേ പറ്റുള്ളൂ, നിങ്ങൾ ഈ പണി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അവർക്കാണെങ്കിൽ അത് ചെയ്യാനുള്ള താല്പര്യമില്ല. അപ്പോൾ അത് അൺഫെയർ ആണ്. നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാൻ, കൊയേഷൻ ചെയ്യാം. നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് സാലറി തരത്തില്ല, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവരെ പല രീതിയിൽ കൊയേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സിനെ നമ്മൾ അൺഫെയർ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയും. അതിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങൾ അത് അൺഫെയർ ഡിസ്പ്യൂട്ട്സ് ആണ്. വാട്ട് ഈസ് റെക്കഗ്നിഷൻ ഡിസ്പ്യൂട്ട്? ലാസ്റ്റാണ് റെക്കഗ്നിഷൻ. Dispute over the right of a trade union to represent a particular class or category of workers for the purpose of collective bargaining. This is a dispute arise when the management refused to recognize a trade union for collective bargaining. The management disliked trade unions and believe that they will not have anything to do with the trade union. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് യൂണിയൻ ആയിരിക്കും ഈ ഡിസ്പ്യൂട്ട്സ് എന്താണ് ഒരു എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്ക്മാനിൻ്റെ ആവശ്യം, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്ന മെയിൻലി ഒരു ഇൻഡസ്ട്രിയിലെ ട്രേഡ് യൂണിയൻസ് ആണ്. ബട്ട് അവർക്ക് അതിനുള്ള ഒരു വാല്യൂ നമ്മുടെ ഓർഗനൈസേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകും വിത്ത് ദ മാനേജ്മെൻറ്റ്. അതാണ് റെക്കഗ്നിഷൻ ഡിസ്പ്യൂട്ട്. എന്നുവെച്ചാൽ ട്രേഡ് യൂണിയനിനെ നമ്മുടെ മാനേജ്മെൻറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അങ്ങനെ അറൈസ് ചെയ്യുന്ന ഡിസ്പ്യൂട്ടിനെ റെക്കഗ്നിഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നു. സോ ടോട്ടലി ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ട്, ഗ്രീവൻസ് ഡിസ്പ്യൂട്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ട്, അൺഫെയർ ഡിസ്പ്യൂട്ട് ആൻഡ് റെക്കഗ്നിഷൻ ഡിസ്പ്യൂട്ട്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്ന എല്ലാ നോട്ട്സും നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് പോലെ വെച്ചിരിക്കണം. അസൈൻമെൻറ്റ്സ് മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. ബട്ട് ഷോർട്ട് നോട്ട്സ് എല്ലാവരും കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്താണെന്ന് അറിഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. ഇനി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൻ്റെ ഇമ്പാക്റ്റുകൾ എന്താണ് ഉണ്ടാകുന്നത്? നോർമലി നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? ലോ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ആൾക്കാരൊന്നും വർക്ക് ചെയ്യില്ല, അങ്ങനെ പ്രൊഡക്ഷൻ കുറയും. ഡിസ്റപ്ഷൻ ഇൻ ലൈഫ്, പ്രൊഡക്ഷൻ കുറയാമെന്ന് വെച്ചാൽ സ്റ്റോപ്പേജ് ഉണ്ടാവും. അതേപോലെ സെയിലും കുറയും, മാർക്കറ്റും നഷ്ടമാവും. പിന്നെ ഉണ്ടാകുന്നത്
വർക്കിംഗ് അവേഴ്സിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവും, ഡിസ്ലൊക്കേഷൻ ഓഫ് വർക്ക്സ്, എവിടെയാണ് ഏത് വർക്കാണ് നടക്കേണ്ടതെന്ന് ആരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഡിസ്പ്യൂട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, പ്രൈസ് എങ്ങനെയാണ് വെക്കേണ്ടത്, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകില്ല, അങ്ങനെ ഫുള്ളി ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും. സിമിലർലി ഫാമിലി ലൈഫും പേഴ്സണൽ ഹാർഡ്ഷിപ്പും മെൻ്റൽ അഗനി ഉണ്ടാവും. ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, ആൾക്കാർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കും വർക്ക്മെനും ഒന്നും ഒരു സമാധാനം ഉണ്ടാകത്തില്ലല്ലോ. അവർ എപ്പോഴും മെൻ്റൽ അഗനിയിലായിരിക്കും, എപ്പോഴും ഒരു സങ്കടമായിരിക്കും മനസ്സിൽ. എന്താണ് ഇങ്ങനെ വേണ്ടായിരുന്നു, ഇതിപ്പോൾ പറഞ്ഞത് എന്തായി, ഫുൾ പ്രശ്നമായിരിക്കും. അതാണ് നെക്സ്റ്റ് വൺ. സിമിലർലി ഹ്യൂജ് ലോസസ്, പല ടൈപ്പിലുള്ള ലോസാണ് ഉണ്ടാക്കുന്നത്. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നില്ല, മാർക്കറ്റിലും നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാകുന്നു. അങ്ങനെ അതെന്തുകൊണ്ടാണ്, പ്രൊഡക്ഷൻ നിൽക്കുന്നതുകൊണ്ടും ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന് കാരണം വരുന്നത്. നെക്സ്റ്റ്, ക്രിയേറ്റ്സ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാവും, അത് നോർമലാണ്. ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നു, ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓരോരോ പിന്നെയും സംസാരം ശരിയാവാതെ വരും. അങ്ങനെ ലോ ആൻഡ് ഓർഡർ മൊത്തം തകിടം മറിയും. ആർക്ക് എന്ത് സംസാരിക്കണം, പറയുന്നതിൽ ചിലപ്പോൾ മറ്റേ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അങ്ങനെ പല ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവും. ആൻഡ് ദ ലാസ്റ്റ് എഫക്ട് ദ എക്കോണമി. ഇങ്ങനെ ലേബർ കുറയുമല്ലോ, നോർമൽ ലേബർ കുറയുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു, മാർക്കറ്റിൽ നിന്ന് നമ്മൾ പുറത്താവുന്നു, വർക്കിംഗ് അവേഴ്സ് കുറയുന്നു, ലൈഫ് ഡിസ്റ്റർബ് ആവുന്നു, മെൻ്റൽ അഗണി ആവുന്നു, അതേപോലെ മാർക്കറ്റ് മൊത്തത്തിൽ നഷ്ടമാവുന്നു. അങ്ങനെ ലോ ആൻഡ് ഓർഡർ ഒക്കെ പോയി കഴിയുമ്പോൾ നോർമലി എന്തിലേക്കാണ് അവസാനിക്കുന്നത്, നമ്മുടെ എക്കോണമി, കൺട്രിയുടെ എക്കോണമി തന്നെ തകരാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ നാഷണൽ ഇൻകം, ഈ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി അത് വിറ്റ് അല്ലെങ്കിൽ അത് എക്സ്പോർട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നാഷണൽ ഇൻകം ഉണ്ടാകുന്നത്, നമുക്കൊരു റവന്യൂ ഉണ്ടാകുന്നത്. ഈ റവന്യൂ മൊത്തം കുറയുന്നു. ഇങ്ങനെ റവന്യൂ കുറഞ്ഞാൽ നമ്മുടെ എക്കോണമി ഓഫ് ദ കൺട്രിയും അഫക്റ്റ് ആവുമല്ലേ. ദീസ് ആർ ദസ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. സോ ഇനി നമ്മൾ മൂവ് ചെയ്യുന്ന വാട്ട് ആർ ദി കോസസ്, എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൻ്റെ കാരണങ്ങൾ എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സോ ഫസ്റ്റ് വൺ ഇസ് സൈക്കോളജിക്കൽ കോസസ്. ഡിഫിക്കൽറ്റി ഇൻ അഡ്ജസ്റ്റിംഗ് വിത്ത് ഈച്ച് അതർ ബൈ ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി. സൈക്കോളജിക്കൽ കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റൽ, ഓരോ ഇൻഡിവിജ്വലിന് ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങൾ, ഉള്ളിൽ എന്താ തോന്നുന്നത്, അവരുടെ മനസ്സിൽ എന്താ തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ കോസസ് ആയി പറയുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വേറൊരാളുടെ, നമ്മൾ നമ്മുടെ വശത്തുനിന്ന് മാത്രമേ ചിന്തിക്കുന്നു, മറ്റേ എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയി എന്താണ് ചിന്തിക്കുന്നത്, അയാളുടെ ഇഷ്യൂസ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ മറന്നു പോകുന്നു. ദാറ്റ് ഈസ് ഡിഫിക്കൽറ്റിയാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. നെക്സ്റ്റ്, ക്ലാഷ് ഓഫ് പേഴ്സണാലിറ്റി. എംപ്ലോയർ വലിയ ആളല്ലേ, നമ്മുടെ കാര്യമൊന്നും കേൾക്കാൻ നിൽക്കത്തില്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ഒരു വർക്ക്മാനുള്ളത്. അങ്ങനെ ഒരു ക്രാഷ് ഓഫ് പേഴ്സണാലിറ്റി, അയാൾ വലിയ പേഴ്സണാലിറ്റി ഉള്ള ആൾ, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു എംപ്ലോയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു, വർക്ക്മാൻ അവൻ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അവൻ അത്രയല്ലേ വിവരമുള്ളൂ എന്ന രീതിയിൽ നമ്മൾ പേഴ്സണാലിറ്റി വെച്ചിട്ടൊരു ക്ലാഷ് ഉണ്ടാകുന്നു. അതുമാകാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിനൊരു കാരണം. ദെൻ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. ഒരു എംപ്ലോയറിനെ നോക്കാം, ഞാനാണ് എല്ലാ ഡ്യൂട്ടീസും അവന് കൊടുക്കുന്നത്, ഞാൻ പറയുന്ന അവൻ ചെയ്തിരിക്കണം, അതിനവന് ആരാണ് അധികാരം തന്നത് അതിനെതിരെ സംസാരിക്കാൻ എന്നുള്ള ഒരു അതോറിറ്റേറിയൻ, ഞാനാണ് വലിയ ആൾ എന്നൊരു ചിന്ത ഒരു എംപ്ലോയർക്കുണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. ദെൻ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഞാൻ പറയുന്നത് മാത്രമേ വർക്കർ കേൾക്കാവുള്ളൂ എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. സിമിലർലി ഇൻസ്റ്റിറ്റ്യൂഷണൽ കോസസ്. പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു ഹയറാക്കി ഉണ്ടാവും, അതിനനുസരിച്ച് വർക്ക് ചെയ്യാവുള്ളൂ എന്ന് വരുമ്പോൾ വർക്ക്മാൻ എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ എംപ്ലോയറിന് പറ്റത്തില്ല. സോ ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ദെൻ അൺഫെയർ കണ്ടീഷൻ ആൻഡ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ കുറേ അൺഫെയർ ആയിട്ട് രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വെച്ചോ. ഒരു ട്രേഡ് യൂണിയൻ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു, വർക്കേഴ്സ് അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുന്നു, ട്രേഡ് യൂണിയൻ പറയുന്ന പോലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സീനിയേഴ്സ് സുപ്പീരിയേഴ്സ് ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മാനേജ്മെൻറ്റ് അഗെയിൻസ്റ്റ് യൂണിയനിസം എന്ന് വെച്ചാൽ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള കൺസെപ്റ്റിനോടൊരു പുച്ഛമാണ് മാനേജ്മെൻറ്റിനുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, നോൺ റെക്കഗ്നീഷൻ ഓഫ് ലേബർ യൂണിയൻ ബൈ ദ മാനേജ്, ഇതേ കാര്യം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡ് യൂണിയനെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ മാനേജ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, മീഡിയേറ്റർ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് എന്താണ് വേണ്ടത് എന്ന് ലേബേഴ്സിനെയും അതുപോലെ വർക്ക്മാൻ എന്താണ് വേണ്ടതെന്ന് മാനേജ്മെൻറ്റിനെ അറിയിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇഫ് ദർ ഇസ് നോ ട്രേഡ് യൂണിയൻ ദർ ഓൾവേസ് വിൽ ബി ഡിസ്പ്യൂട്ട്, എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും.
Okay, that is ecological causes. Next, economic causes. The galloping prices of the essential commodity leads to demand for more wages. ഒരു വർക്ക്മാനിന് അവരുടെ വീട്ടു സാധനങ്ങൾക്കുള്ള പൈസ അവരുടെ സാലറിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ നോർമലി ചോദിക്കും പൈസ. അതെന്തുകൊണ്ടാണ്? ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും എസെൻഷ്യൽ ഗുഡ്സ് എന്ന് വെച്ചാൽ ഫുഡ് വാട്ടർ ഷെൽട്ടർ ഇതെല്ലാം നമുക്ക് വേണ്ടത്, ഫുഡ് ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, ഈ കാര്യങ്ങളുടെ അതാണ് എസെൻഷ്യൽ ഗുഡ് എന്ന് പറയുന്നത്. ഈ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടി വരുമ്പോൾ നമ്മൾ നോർമലി ഡിമാൻഡ് ചെയ്യേണ്ടി വരും മാനേജ്മെൻ്റ് അടുത്ത്. ഞങ്ങൾക്ക് ഇതുപോലെ ഇത്ര സാലറി പോലെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു എക്കണോമിക് കോസാണ്. അത് കാരണം ഡിസ്പ്യൂട്ട് ഉണ്ടാകും. ചേഞ്ച് ഇൻ ദ നീഡ് ഓഫ് വർക്കേഴ്സ് ഡ്യൂ ടു ദർ ഇൻക്രീസ്ഡ് എഡ്യൂക്കേഷൻ, അർബൻ കൾച്ചർ ആൻഡ് കോൺസിക്വൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്നുവെച്ചാൽ ഇപ്പം വർക്ക്മെൻറ്റിന് അവർ കുറച്ചുകൂടെ പഠിച്ച് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർക്ക് ഡിമാൻഡ് ചെയ്യും. അവർ ഡിമാൻഡ് ഞങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ആയില്ല, ഞങ്ങൾക്ക് ഇനി ഇത്രയും സാലറി പോരാ, കൂടുതൽ വേണം. സോ ദർ ഓൾസോ എക്സസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് വിത്ത് ദ മാനേജ്മെൻറ്റ്. ദെൻ ഇൻഎഡ്യൂക്കേറ്റ് വേജസ് കൊടുക്കുന്നതേ നോർമലി കുറവാണ് കൊടുക്കുന്നത്. അതേപോലെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുന്നില്ല, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നില്ലെങ്കിലും ഇതേപോലുള്ള കേസ് ഉണ്ടാവും. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ലേ ഓഫ് ചെയ്യുന്നു, റിട്രച്ച്മെൻറ്റ്, ഡിസ്മിസലൊക്കെ ചെയ്യുമ്പോൾ നോർമലി എക്കണോമിക് ലോസ് ആണ് ഓരോ വർക്ക്മെൻ ഉണ്ടാകുന്നത്. അങ്ങനെയും ഡിസ്പ്യൂട്ട്സ് ആവാം. ആൻഡ് ദെൻ തേർഡ് വൺ ഇസ് വർക്കിംഗ് കണ്ടീഷൻ. ഇംപ്രോപ്പർ ലേ ഔട്ട് ആണെങ്കിൽ, നമ്മുടെ പ്ലാന്റും മെഷീനറി അത്രയും നല്ലതല്ല എന്ന രീതിയിലാണെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസിനെ എഫക്റ്റ് ചെയ്യും. ദെൻ യൂസ് ഓഫ് ട്രബിൾ ഗീവിങ് മെഷീൻസ്. ട്രബിൾ ഗീവിങ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻസ് എപ്പോഴും റിപ്പയർ വേണം, അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോപ്പായി പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിനെ അറിയിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വർക്ക് ഡിലേ ആവുകയാണ്, അപ്പോൾ നിങ്ങൾ പറയുന്ന ടൈമിൽ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നില്ല, സോ പ്ലീസ് റീചേഞ്ച് ദാറ്റ്. അങ്ങനെ നമ്മൾ കംപ്ലയിൻസ് ആയിട്ട് റേസ് ചെയ്യും. ബട്ട് അത് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടായിട്ട് വരാം. നിങ്ങളത് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, നിങ്ങളതിൽ യൂസ് ചെയ്ത് ഇത്രയും ടൈമിൽ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം എന്നൊക്കെ പറയുമ്പോഴും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. ദെൻ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ ദ വർക്കിംഗ് പാറ്റേൺ, പോളിസി ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്. വർക്കിംഗ് പാറ്റേൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് നാൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്ത ആൾ അടുത്ത ദിവസം തൊട്ട് ഡേ ഷിഫ്റ്റ്, ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ്, അങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്ന പ്ലാന്റ് മാറ്റുന്നു, ഈ പ്ലാന്റ് കുറച്ച് നാൾ വർക്ക് ചെയ്യിപ്പിക്കുന്നു, പിന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എംപ്ലോയീസിന് ഇഷ്ടമല്ലാത്ത രീതി, വർക്ക്മെൻറ്റിന് ഇഷ്ടമല്ലാത്ത രീതി നമ്മൾ പാറ്റേൺസ് മാറ്റുക. വർക്കിംഗ് പാറ്റേൺസ് മാറ്റുന്നു, വർക്കിംഗ് ടൈമിംഗ് മാറ്റുന്നു, പോളിസി മാറ്റുന്നു, കോഡ് ഓഫ് കണ്ടക്റ്റ് മാറ്റുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. ദെൻ ഡിനിയൽ ഓഫ് ലീഗൽ റൈറ്റ്സ്. നമുക്ക് ലീഗലി കുറച്ച് റൈറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവുന്നത്, ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്, അതേപോലെ നമുക്ക് ലേബർ ലോസ്, കുറേ ലോസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റിന് പല ലോസ് ഉണ്ട്, ഹെൽത്തിന് പല ലോസ് ഉണ്ട്, സേഫ്റ്റിക്ക്, വെൽഫെയറിനൊക്കെ ലോസ് നേരത്തെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തീരുമാനങ്ങളാണ് മാനേജ്മെൻറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയർ എടുക്കുന്നതെങ്കിലും ലീഗലായിട്ടുള്ള ഡിനിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അത് വയലേഷൻ ഓഫ് മ്യൂച്വൽ അഗ്രിമെൻറ്റ്. രണ്ട് കൂട്ടരും മ്യൂച്വൽ അഗ്രിമെൻറ്റ് ചെയ്താൽ ഞങ്ങൾ ഇത്രയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയാണ് സാലറി വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ സാലറി കൊടുക്കേണ്ട ടൈം ആകുമ്പോൾ ഇല്ല, ഇതിനനുസരിച്ചല്ല നിങ്ങൾക്ക് സാലറി തരാൻ പോകുന്നത്, വേറെ എന്തെങ്കിലും കൊണ്ടാണ് എന്ന രീതിയിൽ മാറ്റി പറയുമ്പോൾ അതെന്താ ലീഗൽ റൈറ്റ്, അത് പറഞ്ഞിരുന്ന മ്യൂച്വൽ അഗ്രിമെൻറ്റിനെ തകർക്കുകയാണ്. സിമിലർലി ട്രേഡ് യൂണിയൻ ഉണ്ടാവണമെന്നുള്ളതൊരു ഓർഗനൈസേഷനുള്ളതാണെന്ന് വെച്ചാൽ ഒരു വർക്ക്മെന്നിന് അവരുടെ കംപ്ലയിൻറ്റ്സ് പറയാൻ വേണ്ടി ട്രേഡ് യൂണിയൻസിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് നമ്മളുടെ കുറേ ഇൻഡസ്ട്രീസിലൊക്കെ ട്രേഡ് യൂണിയൻ അങ്ങ് അടിച്ചമർത്തും. വേണ്ട, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ്, നമ്മുടെ പ്രൊഡക്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ എ ലീഗൽ റൈറ്റ്. അങ്ങനെയുള്ള ലീഗൽ റൈറ്റിലെ ഡിനിയൽ കാരണവും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. ദെൻ ഗവൺമെൻറ് മെഷീനറി. കുറേ മെഷീനറീസ് ഉണ്ട്, ഗവൺമെൻറ് മെഷീനറി കാരണം ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഫെയിലിയർ ഓഫ് ഗവൺമെൻറ് കൺസിലേഷൻ മെഷീനറി, ലാക്ക് ഓഫ് ഇൻഎഫിഷ്യൻറ്റ് കൺസിലേഷൻ, പ്ലിപ്പോറ ഓഫ് ഇനാക്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അങ്ങനെയുള്ള ഗവൺമെൻറ് മെഷീനറി ഒന്നും നമുക്ക് ഇൻക്ലൂഡഡ് ആവുന്നില്ല, എങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ കുറേ അതർ കോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ട്രേഡ് യൂണിയൻ, പൊളിറ്റിക്കൽ പാർട്ടി റിലേഷൻഷിപ്പ്, അതേപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. നമുക്കൊരു ആരിലാണ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓ ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ റൈറ്റ്, ലീഗൽ റൈറ്റ്സ് ഡിനൈ ചെയ്താൽ ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീനെ കൊണ്ടുപോരും, അവർ പിന്നെ നടത്തിക്കോളും എന്ന രീതിയിൽ സംസാരിക്കാനുള്ള നമുക്ക് കഴിവില്ലെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും.
ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും നേരെ ഏതെങ്കിലും ഒരു പാർട്ടി കയറി ഇടപെട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. സോ ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം ആൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ടു പൊളിറ്റിക്കൽ ഇഷ്യൂ. അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും. അങ്ങനെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദി കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആൻഡ് ഓൾസോ ഇമ്പാക്റ്റ് ആൻഡ് ഓൾസോ ലാസ്റ്റ് കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഇനി നമ്മൾ ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ റൂളാണ് ഇനി നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ലേബർ ഡിസ്പ്യൂട്ട് മാറ്റർ. ലേബർ ഡിസ്പ്യൂട്ട് മാറ്ററിൽ ലേബേഴ്സ് തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ബട്ട് അതിന് ഒരു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരെന്താണ് ഇതിന് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഡിസ്പ്യൂട്ട് കുറയ്ക്കേണ്ടത്, അതിന് എന്തൊക്കെ മെഷേഴ്സാണ് ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവൈഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. എക്സ്പേർട്ട് അല്ല, പ്രൊവൈഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. ഈ ILOയിലുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ് ഉണ്ടാവും, അതിൽ നല്ല നല്ല ഹൈ ഒഫീഷ്യൽസ് ഉണ്ടാവും. അപ്പോൾ അവർക്കറിയാം എന്തൊക്കെ ചെയ്താലാണ് ലേബർ ഡിസ്പ്യൂട്ട്സ് കുറയ്ക്കാൻ പറ്റുക. സോ ദേ ക്യാൻ ഗീവ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. ദെൻ ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്. എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ്? ഇപ്പോൾ ഒരു ലേബർ ഇഷ്യൂ ഉണ്ടായി, അതെന്തുകൊണ്ടാണ് ലേബർ ഇഷ്യൂ ഉണ്ടായെന്നുള്ളത് തീരുമാനിക്കാൻ, അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ ILOയ്ക്ക് പറ്റും. ദെൻ ട്രെയിൻസ് പീപ്പിൾ ഇൻ സോൾവിങ് ലേബർ പ്രോബ്ലം. എപ്പോഴും ILOയ്ക്ക് കയറിയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊന്നും എപ്പോഴും ILO വന്നിട്ട് ഓരോ ഇൻഡസ്ട്രിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സോ ദേ വിൽ ട്രെയിൻ സം ഓഫ് ദ പേഴ്സണൽസ് ഇൻസൈഡ് ദി ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ് ടു ഗെറ്റ് അക്യൂസ്റ്റഡ്. എങ്ങനെ ഒരു ലേബർ ഇഷ്യൂ അവരുടെ ഇൻഡസ്ട്രി വരുമ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും പീപ്പിളിനെ. ദാറ്റ് ഈസ് ഇൻ ILO. That is one of the other role. And the last one, organizes regional conferences. എല്ലാ ടൈമും ഇടയ്ക്കിടയ്ക്ക് റീജിയണൽ കോൺഫറൻസ് നടത്തും. എന്ന് വെച്ചാൽ ഒരു ഇയറിൽ മിനിമം വൺസ് എങ്കിലും ഒരു റീജിയണൽ കോൺഫറൻസ് നടത്തും. അതിൽ ഇങ്ങനത്തെ ഡിസ്പ്യൂട്ടിനെ പറ്റിയും ഇതെങ്ങനെ സോൾവ് ചെയ്യണം, അങ്ങനെ ഒരു റീജിയണൽ കോൺഫറൻസിലൂടെ അവരൊരു ഡിസ്കഷൻ ചെയ്യും. ദീസ് ആർ ദി റൂൾസ് ഓഫ് ILO ഓൺ ലേബർ ഡിസ്പ്യൂട്ട് മാറ്റേഴ്സ്. ഓക്കെ, before we have discussed about the ILO's role. ഇനി നമ്മൾ ഇന്ത്യ ആൻഡ് ILO ഇതിനെ പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ILO ഏതൊരു ഓർഗനൈസേഷനെ പോലെ ILOയ്ക്കും കുറേ മെമ്പർ നേഷൻസ് ഉണ്ടാവും. നമ്മളും അതിനകത്തൊരു മെമ്പർ നേഷനാണ്. സോ അവർ പല കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻസ് ആയിരിക്കും ILO സൂപ്പർവൈസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ കമ്മിറ്റീസ് ആണെന്ന് നമ്മൾ നോക്കാം. കമ്മിറ്റി ഓൺ എക്സ്പേർട്സ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് കൺവെൻഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. എക്സ്പേർട്സിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാവും കൺവെൻഷൻ റെക്കമെൻഡേഷന് വേണ്ടിയിട്ട്. ഫാക്ട് ഫൈൻഡിങ് ആൻഡ് കൺസിലേഷൻ കമ്മീഷൻ ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അസോസിയേഷൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ഉണ്ടാവും. ദെൻ കമ്മിറ്റി ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. ഈ ഫസ്റ്റ് കമ്മിറ്റി എക്സാമിൻ ചെയ്യുന്നത് ദ ആനുവൽ റിപ്പോർട്ട്സ് ആയിരിക്കും. സെക്കൻഡ് വൺ വിൽ ബി എക്സാമിനിങ് ദ കംപ്ലയിൻറ്റ്സ്. ആൻഡ് ദ തേർഡ് വൺ വിൽ ബി എക്സാമിനിങ് ദ കംപ്ലയിൻറ്റ്സ് ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അസോസിയേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീഡം ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും തേർഡ് കമ്മിറ്റിയിൽ നോക്കുന്നത്. സെക്കൻഡ് വണ്ണിൽ ട്രേഡ് യൂണിയൻസുമായിട്ടുള്ള കംപ്ലയിൻറ്റ്സിൻ്റെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 3 കമ്മിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് ILO. ഇന്ത്യ ആൻഡ് ILOൻ്റെ റിലേഷൻഷിപ്പിൽ വരുന്ന 3 കമ്മിറ്റീസാണിത്. ദെൻ the services of ILO experts ഇല്ലേ, they are used in various areas on IR matters. IRലെ മാറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൻ്റെ കുറേ മാറ്റേഴ്സിൽ ഈ ILO എക്സ്പേർട്സിൻ്റെ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെവിടെയൊക്കെയാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും, ഇൻഡസ്ട്രിയൽ പ്രോഗ്രാമിൻ്റെ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിലുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അപ്രൻറ്റിസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യില്ലേ പല ഫേംസിലും, അതിൻ്റെ എല്ലാം കൂടെ ഒരു ഗവേണിംഗ് ബോഡിയാണ് നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് കൗൺസിൽ. അതിന് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. ഇതിലൊക്കെ ILOൻ്റെ എക്സ്പേർട്സിൻ്റെ സർവീസസ് ആവശ്യമുള്ള ഫീൽഡുകളാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയൽ പ്രോഗ്രാം ട്രെയിനിങ്, അസിസ്റ്റൻസ് ടു നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് കൗൺസിൽ ആൻഡ് ഓൾസോ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഇന്ത്യൻ ലേബർ ലെജിസ്ലേഷൻ. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണല്ലോ ഇപ്പം ILOയുടെ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ എഫക്റ്റാണ് നമ്മൾ ലേബർ ലെജിസ്ലേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ILO helps all the member nations including India to rewrite their concept on industrial relation through their convention and recommendation. നോർമലി പണ്ടേ നമുക്ക് കുറേ കൺവെൻഷണൽ റെക്കമെൻഡേഷനൊക്കെ ഉണ്ട്.
ബട്ട് അതിനേക്കാളും മാറ്റം വരുത്തിയിട്ട് കുറേ പുതിയ പുതിയ കൺവെൻഷൻസാണ് നമ്മൾ ILO മെമ്പർ നേഷൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഈ ILO അനുസരിച്ച് വർക്കിംഗ് കണ്ടീഷനിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെല്ലാം കണ്ടീഷൻസിലാണ് കൊണ്ടുവന്നതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. അവേഴ്സ് ഓഫ് വർക്കിൽ, വീക്ക്ലി റെസ്റ്റിൽ, അതേപോലെ ഹോളിഡേയിലെ പേയ്മെൻറ്റ് എങ്ങനെ, വേജസിൻ്റെ റെഗുലേഷൻ്റെ മെത്തേഡ് എന്താണ്, ലേബർ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വർക്കിംഗ് കണ്ടീഷൻസിലെല്ലാം ILO ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ ചൈൽഡ് ആൻഡ് യങ് പേഴ്സൻ്റെ എംപ്ലോയ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഫാക്ടറി ലോയിൽ പറഞ്ഞ പോലെ ഹസാഡസ് ഒക്കുപ്പേഷൻ പാടില്ല, മെഡിക്കൽ എക്സാമിനേഷൻ വേണം, സർട്ടിഫയിങ് ഓഫീസർ വഴി, നൈറ്റ് വർക്ക് പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ കൺവെൻഷനിലെല്ലാം ഈ ചൈൽഡ് ആൻഡ് യങ് പീപ്പിളിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺവെൻഷൻസ് എല്ലാം വന്നിരിക്കുന്ന ഫാക്ടറി ആക്റ്റും അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആക്റ്റില്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഹെൽപ്പിലാണ് ILO ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന റെക്കമെൻഡേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൻ. എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമനിലും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ നൈറ്റ് ഷിഫ്റ്റ് ഇല്ല, അതുപോലെ ഇത്ര അവേഴ്സേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, 8 അവേഴ്സേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, മാക്സിമം 9 അവേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കേസിൽ ഫാക്ടറി ആക്റ്റും മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റും അതുപോലെ വിമൻ വർക്കേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആക്ട്സും, ഹറാസ്മെൻറ്റ്സിനെതിരെ, റേപ്പിംഗ് അങ്ങനത്തെ കേസിനൊക്കെ എതിരെയുള്ള ആക്റ്റുകളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ILO ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് വെൽഫെയർ. കുറേ കൺവെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഹെൽത്ത് സേഫ്റ്റി വെൽഫെയർ നോക്കിയിട്ട്. അതും ഫാക്ടറി ആക്റ്റും അതുപോലെ മൈൻസ് ആക്റ്റും. ഇത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ മൊഡ്യൂളിൻ്റെ ലെക്ചറിൽ നമ്മൾ മൈൻസ് ആക്റ്റും ഫാക്ടറി ആക്റ്റും ഡിസ്കസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ILO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിക്നെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എങ്ങനെ, ഓൾഡ് ഏജിൽ എങ്ങനെ സെറ്റിൽമെൻറ്റ് വരും, മെറ്റേണിറ്റി പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടും ILO സീരിയസ് അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഏരിയാസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വർക്കേഴ്സിനെ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു അസോസിയേഷൻ വേണം, ഒരു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്ക് ഒരു കാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, റിലേഷൻഷിപ്പ്, ഒരു എംപ്ലോയറും വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്. അതിനുള്ള സ്പെഷ്യൽ അറ്റൻഷനും ILO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ ലേബർ ലെജിസ്ലേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റുകൾ. ഓക്കെ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ മെഷീനറീസാണ് നമ്മൾ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷന് വേണ്ടി വെച്ചിരിക്കുന്നതെന്നാണ് ഇനി ഡിസ്കസ്. So there are two main machineries used for the maintenance of good industrial relations. What are they? Legislative machinery and administrative machinery. Legislative machinery il varunnathana Trade Union Act 1926, Industrial Dispute Act 1947, Industrial Employment Standing Orders Act of 1946 and Workman Compensation Act of 1923. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ്, ഇതൊക്കെ ലെജിസ്ലേറ്റീവ് ലെവലിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന മെഷീനറീസാണ് വർക്ക്സ് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ, കൺസലേഷൻ ഓഫീസർ, ബോർഡ് ഓഫ് കൺസലേഷൻ, ലേബർ കോർട്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, നാഷണൽ ട്രിബ്യൂണൽ, കോർട്ട് ഓഫ് എൻക്വയറി, പ്രൊവിഷൻ ഫോർ വോളണ്ടറി ആർബിട്രേഷൻ, അങ്ങനെ ടോട്ടലി 2 ടൈപ്സ് ഓഫ് മെഷീനറിയാണ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനുള്ളത്. ലെജിസ്ലേറ്റീവ് മെഷീനറിയും അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയും. അപ്പോൾ ലെജിസ്ലേറ്റീവിൽ 5 എണ്ണവും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവിൽ 10 എണ്ണവും, ടോട്ടലി 15 അതെ. സോ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എവറിബഡി ഷുഡ് സ്റ്റഡി ദിസ് ടു. ദെൻ ഇനി നമുക്ക് ഈ കുറേ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, എന്തൊക്കെ മെഷീനറിയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു ഗുഡ് റിലേഷൻഷിപ്പിന്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുക, ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയിൽ, അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഒന്നൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, പ്രിവെൻറ്റീവ് മെഷീനറീസ് ഉണ്ട്, അതേപോലെ സെറ്റിൽമെൻറ്റും ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രമിക്കാം, പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് സെറ്റിൽ ചെയ്യാനും ശ്രമിക്കാം. ആദ്യം നമുക്ക് എങ്ങനെയൊക്കെയെന്ന് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള മെഷീനറി നോക്കുക. അത് വോളണ്ടറി ഉണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, അല്ലെ, വോളണ്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി, അത് കമ്പൽസറി അല്ല. പക്ഷേ സെറ്റിൽമെൻറ്റ് എപ്പോഴും കമ്പൽസറി. എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് നമ്മൾ സെറ്റിൽ ചെയ്ത്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യണം. ബട്ട് ഒരു പ്രിവെൻഷൻ അത് നമ്മളുടെ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. സോ പ്രിവെൻറ്റീവ് മെഷീനറിയിൽ വരുന്നത് ഫസ്റ്റ് വൺ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. It is a method in which workers are allowed to be consulted and have to say in the management of the unit.
അതിൽ നമ്മൾ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. ശരിക്കും മാനേജ്മെൻറ്റും അതേപോലെ അതിലുള്ള വർക്കേഴ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മാനേജ്മെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ കുറയും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. We should include them in the management. Then collective bargaining. It is a situation in which essential conditions of employment are determined through a bargaining process by the representatives of the workers on the one hand and one or more employees on the other hand. എന്ന് വെച്ചിട്ട് ബാർഗെയിനിങ് പ്രോസസ്സ് നടക്കണം. അതിൽ വർക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നും ആൾക്കാർ വേണം, അതേപോലെ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നും ആൾക്കാർ വേണം. എന്നിട്ട് അവർ ചേർന്ന് നിന്ന് ഒരു കളക്റ്റീവ്ലി ബാർഗെയിൻ ചെയ്യണം, ഒരു ഡിസ്പ്യൂട്ട് എങ്ങനെ ഇല്ലാതാക്കാം എന്നത്. That is second one. Third one, grievance procedure. Since the grievance are indicators of the conflicts in the organization, it should be handled carefully by the employer. It is the duty of the manager to find ideal solution to grievance at his own level. എപ്പോഴും ഒരു ഗ്രിവൻസ് ഉണ്ടാവും. എന്തെങ്കിലും നമുക്ക് ഇല്ലാതെ വരുമ്പോഴായിരിക്കും വർക്കേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട മാനേജറാണ്. And the next one, tripartite bodies. The principles and the policies of the tripartite body have been a machinery of consultancy at the industry and national level. ഇൻഡസ്ട്രി ലെവലിലും നാഷണൽ ലെവലിലും പല പല പ്രിൻസിപ്പിൾസും പോളിസീസും ഉണ്ട്. The representatives of the workers and the employees are nominated by these bodies by the central government in consultation with All India Organization of Workers and Employees. ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസിൽ നിന്നായിരിക്കും വർക്കേഴ്സിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവിനെയും അതേപോലെ തന്നെ എംപ്ലോയീസിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യും. അത് സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ടായിരിക്കും. എന്നിട്ട് ഇവരായിരിക്കും ഈ ട്രൈപാർട്ടേറ്റ് ബോഡീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദാറ്റ്. Next one, that is fifth one, is code of discipline. Code of discipline is a set of self-imposed or mutually agreed principles to maintain good relationship. ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഓരോ ഇൻഡസ്ട്രി തന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ചെയ്യും. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയായിരിക്കണം ഓരോരുത്തർ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ആരാരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരോടാണ് അവരുടെ ഡ്യൂട്ടീസ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എല്ലാ ഓർഗനൈസേഷനും വേണം. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡിംഗ് ഓർഡർ. സ്റ്റാൻഡിംഗ് ഓർഡർ കണ്ടെയ്ൻസ് കണ്ടീഷൻസ് ടു ബി ഒബ്ലിഗ് ഫ്രം അപ്പോയിൻമെൻറ്റ് ടു റിട്ടയർമെൻറ്റ്. അപ്പോയിൻമെൻറ്റ് ടു റിട്ടയർമെൻറ്റിനുള്ള വരുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലുണ്ടാവും. ഇറ്റ് റെഗുലേറ്റ്സ് ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, കണ്ടക്ട്, ഡിസിപ്ലിനറി ആക്ട്, ഡിസ്ചാർജ് എക്സെട്ര ഓഫ് ദ വർക്ക്മെൻ. എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ പെടും. ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷീനറി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വരുന്ന സ്റ്റാറ്റുറ്ററി മെഷീനറി എന്ന് വെച്ചാൽ സെറ്റിൽമെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്, അതൊക്കെ സ്റ്റാറ്റുറ്ററിയാണ്. അത് ഓൾമോസ്റ്റ് 1 2 3 4 9 9 സ്റ്റാറ്റുറ്ററി മെഷീനറീസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, പവർ ഓഫ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ഏതൊക്കെ സെറ്റിൽമെൻറ്റിനാണ് അഡ്ജുഡിക്കേഷൻ, പവർ ഓഫ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിനുള്ളിൽ വരുന്നതാണ് ബാക്കിയുള്ളത്. ഒരു ഗവൺമെൻറ്റിൻ്റെ പവറിൽ വരുന്ന എങ്ങനെയൊക്കെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വെൻ ദി സിറ്റുവേഷൻ ബിക്കം ഇൻറ്റൻസ്, ഭയങ്കര പ്രശ്നമായി കഴിയുമ്പോൾ. ദെൻ വെൻ ദർ ഇസ് കണ്ടിന്യൂഡ് സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ലോങ് സ്ട്രൈക്ക് കൊണ്ട് മൊത്തത്തിൽ അങ്ങ് സ്റ്റോപ്പായി പോയെങ്കിൽ. വെൻ ഇറ്റ് ഈസ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഡ്യൂറിങ് പീരീഡ് ഓഫ് എമർജൻസി പീരീഡിൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. വെൻ പ്രൊഡക്ഷൻ നീഡ് ടു ബി ക്യാരിഡ് ഓൺ വിത്തൗട്ട് ഇൻട്രപ്ഷൻ, ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ പ്രൊഡക്ഷൻ നടക്കണമെന്നെങ്കിൽ. ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന കൺസെപ്റ്റിലോട്ട് വരുന്നത്. എന്തായാലും എങ്ങനെയെങ്കിലും ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാം. ഓക്കെ, സോ നൗ മൂവിങ് ഓൺ ടു ഈ കാര്യം കൂടെ, ഈ ഒരു സ്ലൈഡും കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ഇച്ചിരി ലെങ്തിയാണ്, ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ബട്ട് നമുക്ക് പോർഷൻസ് വേഗം എൻഡ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ എക്സാംസ് എന്ന് വരുമെന്ന് അറിയില്ല. സോ ബി അലേർട്ട്, അങ്ങനെ മടി പിടിച്ചിരിക്കരുത്, അസൈൻമെൻറ്റ്സും ചെയ്യാം. സോ അപ്പം നമുക്ക് അഡ്ജുഡിക്കേഷനിലേക്ക് പോകാം. എന്താണ് അഡ്ജുഡിക്കേഷൻ? ഇറ്റ് മീൻസ് എ മാൻഡറ്ററി സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ബൈ എ ലേബർ കോർട്ട് ഓർ എ ട്രിബ്യൂണൽ. ഒരു ലേബർ കോർട്ടിലോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് വെച്ചാൽ ഒരു ട്രിബ്യൂണലോ ആണ് നമ്മുടെ ഡിസ്പ്യൂട്ടിനെ സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത്. Okay, the government refers the dispute for adjudication depending on the failure of the conciliation proceedings. നോർമൽ എല്ലാവരും കൂടെ ചെയ്തിട്ട് തീരാത്ത കണ്ടീഷനിൽ മാത്രമാണ് അബ്ജുഡിക്കേഷൻ ചെയ്യുന്നത്. സോ ദർ ആർ
two main machineries used for the maintenance of good industrial relations. What are they? Legislative machinery and administrative machinery. Legislative machinery il varunnathana Trade Union Act 1926, Industrial Dispute Act 1947, Industrial Employment Standing Orders Act of 1946, and Workman Compensation Act of 1923. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ്, ഇതൊക്കെ ലെജിസ്ലേറ്റീവ് ലെവലിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന മെഷീനറീസാണ് വർക്ക്സ് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ, കൺസലേഷൻ ഓഫീസർ, ബോർഡ് ഓഫ് കൺസലേഷൻ, ലേബർ കോർട്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, നാഷണൽ ട്രിബ്യൂണൽ, കോർട്ട് ഓഫ് എൻക്വയറി, പ്രൊവിഷൻ ഫോർ വോളണ്ടറി ആർബിട്രേഷൻ. അങ്ങനെ ടോട്ടലി 2 ടൈപ്സ് ഓഫ് മെഷീനറിയാണ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനുള്ളത്. ലെജിസ്ലേറ്റീവ് മെഷീനറിയും അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയും. അപ്പോൾ ലെജിസ്ലേറ്റീവിൽ 5 എണ്ണവും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവിൽ 10 എണ്ണവും, ടോട്ടലി 15 അതെ. സോ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എവറിബഡി ഷുഡ് സ്റ്റഡി ദിസ് ടു. ദെൻ ഇനി നമുക്ക് ഈ കുറേ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, എന്തൊക്കെ മെഷീനറിയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു ഗുഡ് റിലേഷൻഷിപ്പിന്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുക, ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയിൽ, അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഒന്നൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, പ്രിവെൻറ്റീവ് മെഷീനറീസ് ഉണ്ട്, അതേപോലെ സെറ്റിൽമെൻറ്റും ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രമിക്കാം, പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് സെറ്റിൽ ചെയ്യാനും ശ്രമിക്കാം. ആദ്യം നമുക്ക് എങ്ങനെയൊക്കെയെന്ന് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള മെഷീനറി നോക്കുക. അത് വോളണ്ടറി ഉണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്. അല്ലെ, വോളണ്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി അത് കമ്പൽസറി അല്ല. പക്ഷേ സെറ്റിൽമെൻറ്റ് എപ്പോഴും കമ്പൽസറി. എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് നമ്മൾ സെറ്റിൽ ചെയ്ത്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യണം. ബട്ട് ഒരു പ്രിവെൻഷൻ അത് നമ്മളുടെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. സോ പ്രിവെൻറ്റീവ് മെഷീനറിയിൽ വരുന്നത് ഫസ്റ്റ് വൺ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് വർക്കേഴ്സ് ആർ അലൗഡ് ടു ബി കൺസൾട്ടഡ് ആൻഡ് ഹാവ് ടു സേ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ യൂണിറ്റ്. അതിൽ നമ്മൾ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. ശരിക്കും മാനേജ്മെൻറ്റും അതേപോലെ അതിലുള്ള വർക്കേഴ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മാനേജ്മെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ കുറയും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. We should include them in the management. Then collective bargaining. It is a situation in which essential conditions of employment are determined through a bargaining process by the representatives of the workers on the one hand and one or more employees on the other hand. എന്ന് വെച്ചിട്ട് ബാർഗെയിനിങ് പ്രോസസ്സ് നടക്കണം. അതിൽ വർക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നും ആൾക്കാർ വേണം, അതേപോലെ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നും ആൾക്കാർ വേണം. എന്നിട്ട് അവർ ചേർന്ന് നിന്ന് ഒരു കളക്റ്റീവ്ലി ബാർഗെയിൻ ചെയ്യണം, ഒരു ഡിസ്പ്യൂട്ട് എങ്ങനെ ഇല്ലാതാക്കാം എന്നത്. That is second one. Third one, grievance procedure. Since the grievances are indicators of the conflicts in the organization, it should be handled carefully by the employer. It is the duty of the manager to find ideal solution to grievance at his own level. എപ്പോഴും ഒരു ഗ്രീവൻസ് ഉണ്ടാവും. എന്തെങ്കിലും നമുക്ക് ഇല്ലാതെ വരുമ്പോഴായിരിക്കും വർക്കേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട മാനേജറാണ്. And the next one, tripartite bodies. The principles and the policies of the tripartite body have been a machinery of consultancy at the industry and national level. Industry levelum national levelum pala principles and policies ഉണ്ട്. The representatives of the workers and the employees are nominated by these bodies by the central government in consultation with All India Organization of Workers and Employees. ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസിൽ നിന്നായിരിക്കും വർക്കേഴ്സിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവിനെയും അതേപോലെ തന്നെ എംപ്ലോയീസിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യും. അത് സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ടായിരിക്കും. എന്നിട്ട് ഇവരായിരിക്കും ഈ ട്രൈപാർട്ടൈറ്റ് ബോഡീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദാറ്റ്. Next one, that is fifth one, is code of discipline. Code of discipline is a set of self-imposed or mutually agreed principles to maintain good relationship. ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഓരോ ഇൻഡസ്ട്രി തന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ചെയ്യും. കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയായിരിക്കണം ഓരോരുത്തർ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ആരാരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരോടാണ് അവരുടെ ഡ്യൂട്ടീസ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് എല്ലാ ഓർഗനൈസേഷനും വേണം. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡിംഗ് ഓർഡർ. സ്റ്റാൻഡിംഗ് ഓർഡർ കണ്ടെയ്ൻസ് കണ്ടീഷൻസ് ടു ബി ഒബ്ലിഗേറ്റ് ഫ്രം അപ്പോയിൻമെൻറ്റ് ടു റിട്ടയർമെൻറ്റ്. അപ്പോയിൻമെൻറ്റ് ടു റിട്ടയർമെൻറ്റിനുള്ള വരുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലുണ്ടാവും. ഇറ്റ് റെഗുലേറ്റ്സ് ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, കണ്ടക്ട്, ഡിസിപ്ലിനറി ആക്ട്, ഡിസ്ചാർജ് എക്സെട്ര ഓഫ് ദ വർക്ക്മാൻ. എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ പെടും. ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷീനറി ആയിട്ട് വരുന്നത്. ഇനി പഠിക്കാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി മെഷേഴ്സ് ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ്. സെറ്റിൽമെൻറ്റ് നമുക്കിനി നെക്സ്റ്റ് ലെക്ചറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ്
some of the portions. So from starting we can see that is ആദ്യം എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു ഡെഫിനിഷൻ. ദെൻ വാട്ട് ഇസ് ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഒരു വർക്ക്മാൻ, ഹൗ ഡിസ്പ്യൂട്ട് വിൽ ചേഞ്ച് ടു എ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, വാട്ട് ഇസ് ദ ഇമ്പാക്ട് ആൻഡ് വാട്ട് ആർ ദ കോസസ്, ആൻഡ് ഓൾസോ ILOയുടെ റോൾ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിൽ. പിന്നെ ഇന്ത്യയും ILOയും തമ്മിലുള്ള കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ കമ്മിറ്റീസാണ് അത് മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ impact of international standards on Indian labor legislation. Then the machinery for the maintenance of good industrial relation, and last we have discussed what are the solving techniques. അതിൽ ഒരെണ്ണമാണ് നമ്മൾ മെൻഷൻ ചെയ്തത് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. സോ ഫോർ ടുഡേ ഞാൻ ഇത്രയും പോർഷൻസ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതിൽ നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഇതാണ്, വർക്ക്മെൻ എന്താണെന്നും അതേപോലെ ഡിസ്പ്യൂട്ട് ടു ബിക്കം ആൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആസ് പെർ, ഇത് രണ്ടും ആസ് പെർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇതാണ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ഡേ ഐ വിൽ ബി എക്സ്പെക്ടിങ് യുവർ അസൈൻമെൻറ്റ് സൂൺ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ.